ഗുഡ് മോർണിംഗ്. വെബ് പ്രോഗ്രാമിംഗിലെ മോഡ്യൂൾ 4ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ഡാറ്റാബേസ് കണക്ഷൻ ക്ലോസ് ചെയ്യുന്നതും പഠിച്ചു. അതുകൂടാതെ ഒരു ഡാറ്റാബേസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു വെബ് പേജിൽ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസിലെ ബാക്കി സ്റ്റെപ്പുകളായ ഡാറ്റാബേസ് സെലക്ട് ചെയ്യുന്നതും SQL ക്വറീസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ഡാറ്റ റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു PHP ഡാറ്റാബേസ് ആയിട്ടുള്ള ഒരു വെബ് പേജുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്, ആദ്യം എസ്റ്റാബ്ലിഷിംഗ് കണക്ഷൻ, അതിനുവേണ്ടി MySQL connect എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് MySQL select db എന്ന ഫംഗ്ഷനും, SQL ക്വറീസ് പാസ് ചെയ്യാനായിട്ട് MySQL query, ഡാറ്റ റിട്രീവ് ചെയ്യാനൊക്കെ ആയിട്ട് MySQL fetch row, MySQL fetch array, കണക്ഷൻ ക്ലോസ് ചെയ്യാനായിട്ട് MySQL close. ഇതിൽ MySQL closeഉം MySQL connectഉം നമ്മൾ പഠിച്ചു. അടുത്തതാണ് ചൂസിങ് ഡാറ്റാബേസ്. ഇപ്പോൾ ഒരു ഡാറ്റാബേസ് സെർവറോട് കണക്ട് ആയി, നമുക്കൊരു പർട്ടിക്കുലർ ഡാറ്റാബേസ് ചൂസ് ചെയ്യണം. അതിലായിരിക്കും നമുക്ക് കിടക്കാനുള്ള ടേബിൾസുകളും കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റാബേസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് MySQL select db. ഇതിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ സിൻടാക്സ് എന്ന് വെച്ചാൽ ബൂലിയൻ, റിട്ടേൺ ചെയ്യുന്ന ഒരു ബൂലിയൻ വരണം. MySQL select db. പാസ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രിംഗ് ഡാറ്റാബേസ് നെയിമാണ്, ഒരു ഡാറ്റാബേസിൻ്റെ നെയിമാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതാ കറൻ്റ്ലി ആ ഒരു ഡാറ്റാബേസ് സെർവറിലുള്ള ആ ഒരു ഡാറ്റാബേസിൻ്റെ നെയിമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് ആ കണക്ഷൻ, പിന്നെ അതിന് കൂടാതെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡാറ്റാബേസോട് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു കണക്ഷൻ ID കൂടെ നമുക്ക് റിസോഴ്സ് പറഞ്ഞു കൊടുക്കാം, കണക്ഷൻ വേരിയബിളിലൂടെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ കണക്ഷൻ വേരിയബിളിലുള്ള ഡാറ്റാബേസ് ആയിരിക്കും സെലക്ട് ആകും. MySQL select db ഫംഗ്ഷൻ സെലക്ട് എ ഡാറ്റാബേസ്, റിട്ടേൺ ട്രൂ ഓൺ സക്സസ്, അതർവൈസ് റിട്ടേൺ ഫോൾസ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. ഈ പറഞ്ഞ ഡാറ്റാബേസ് സക്സസ്ഫുള്ളി സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യുകയും എന്തെങ്കിലും കേസിൽ എറർ ഉണ്ടെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. മെയിനായിട്ട് എറർ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ആയിട്ട് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡാറ്റാബേസ് നെയിം ആ ഒരു ഡാറ്റാബേസ് സെർവറിൽ കാണത്തില്ല, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെർവർ ഇല്ലാത്തൊരു ഡാറ്റാബേസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ കൊടുക്കുന്നെങ്കിൽ മാത്രമായിരിക്കും എറർ വരുന്നത്. അതിൻ്റെ നമ്മൾ ലിങ്ക് പറഞ്ഞു കൊടുക്കുന്നത് because to create the passing the name indicate that the input parameter db name into the function. മൾട്ടിപ്പിൾ കണക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ലിങ്ക് ചെയ്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് MySQL select db കമ്പനി, ഇപ്പോൾ കമ്പനി എന്നുള്ള ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഡാറ്റാബേസ് ഇപ്പോൾ സെലക്ട് ആവും. അതല്ലെങ്കിൽ ഒരു എറർ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡൈ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ അടുത്ത സ്റ്റെപ്പാണ്, നമുക്കിപ്പോൾ ഡാറ്റാബേസ് കണക്ഷനൊക്കെ ആയി, കണക്ഷൻ നിന്ന് ഡാറ്റാബേസ് സെലക്ട് ചെയ്തു. ആ ഡാറ്റാബേസിൽ നമുക്ക് SQL ക്വറീസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യുകയും ചില SQL ക്വറീസ് ഉപയോഗിച്ച് ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യണം. ചിലപ്പോൾ സെലക്ട് ക്വറി ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസ് റിട്രീവ് ചെയ്യുക, അപ്ഡേറ്റ്, ഇൻസൈറ്റ് തുടങ്ങിയ കമാൻഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസിലേക്ക് മാനിപ്പുലേഷൻ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു MySQL സെർവറിലേക്ക് നമ്മൾ ഒരു ക്വറി പാസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് MySQL query ആണ്. അതിൻ്റെ സിൻടാക്സ് റിട്ടേൺ ചെയ്യുന്ന ഒരു റിസോഴ്സാണ് MySQL query. ബ്രാക്കറ്റിൽ നമുക്ക് ഏതാണോ സ്ട്രിങ് ആ ക്വറി സ്ട്രിങ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കോമ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കണക്ഷൻ വേരിയബിളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. MySQL query function is responsible for executing the query. If the optional input parameter link ID is included, the query will be sent to the connection associated with that value. Otherwise, most recently opened link is used. If the select show queries are passed into the function, the return value will be either a resource identifier on the success or false on the failure. ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ സെലക്ട് അല്ലെങ്കിൽ ഷോ തുടങ്ങിയ കമാൻഡ്സ് ആണ് നമ്മൾ SQL കമാൻഡ്സ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്ത് വരുന്നത് ഒരു റിസോഴ്സ് ആണ്. അതായത് ആ SQL ക്വറീസ് പ്രോസസ്സ് ചെയ്ത ശേഷം കിട്ടുന്ന റിസൾട്ട് ഒരു ടേബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. ആ ടേബിളിൽ കണ്ടന്റ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെലക്ട് ക്വറി ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സെലക്ട് ചെയ്ത കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് സെറ്റാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഷോ ആകുമ്പോൾ ഷോ ഡാറ്റാബേസ് ആയിരിക്കും, ഷോ ടേബിൾസ് തുടങ്ങിയ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ആ ലിസ്റ്റ്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത്
ഒരു റിസോഴ്സ് ഐഡന്റിഫയർ ആയിട്ട്. ഇൻ കേസ് ആ ഒരു ക്വറിയിൽ എന്തെങ്കിലും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആണ്. അല്ലാത്ത അതർ ക്വറീസ് ഇൻസേർട്ട് കഴിഞ്ഞിട്ട് ഈ സെലക്റ്റും ഷോ കഴിഞ്ഞിട്ടുള്ള മിക്ക എക്സ്ക്യൂഎൽ ക്വറീസും റിട്ടേൺ ചെയ്യുന്ന ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ്. അതായത് ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് തുടങ്ങിയ കമാൻഡ്സുകൾ കൊടുക്കുമ്പോൾ ആ ഇത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ ആയിട്ടും അതല്ല എങ്കിൽ അത് ഫാൾസ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നോക്കുക. ഇപ്പോൾ ക്വറി ഒരു ഇൻസേർട്ട് ഇൻഡ് ഒരു പ്രോഡക്റ്റ്, സെറ്റ്, പ്രോഡക്റ്റ് ഐ ഡി, നെയിം, പ്രൈസ് ഇതൊക്കെ കൊടുത്തു. റിസൾട്ട് MySQL underscore query കൊടുക്കുമ്പോൾ ആ ക്വറി റിട്ടേൺ ചെയ്യുന്നത് എന്നെങ്കിൽ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ട്രൂ ഓർ ഫാൾസ് ആയിട്ടുള്ളത് ഇതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ either true or false will be returned. Allow you to easily determine whether the query was successfully executed. ഇൻസേർട്ട് ക്വറി നോക്കുമ്പോൾ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അനുമാനിക്കാം ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഇൻസേർട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു. ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഇൻസേർട്ട് ക്വറിയിൽ എന്തെങ്കിലും തെറ്റുള്ളതുകൊണ്ട് ആ ഇൻസേർട്ട് സക്സസ്ഫുള്ളി നടന്നിട്ടില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുത്ത സിൻടാക്സ് എറർ ആകാം, അതല്ല എങ്കിൽ നമ്മൾ കൊടുത്ത ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടൊക്കെ ആകാം. ആ രീതിയിൽ ഒരു ഇൻസേർട്ട് ക്വറി ഫെയിൽ ആയി കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ട്രൂ ആണെങ്കിൽ സക്സസ്ഫുള്ളി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ആ MySQL underscore query റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആണെങ്കിൽ ആ ഒരു ഇൻസേർട്ട് ക്വറി സക്സസ്ഫുള്ളി ഇൻസേർട്ട് ആയിട്ടില്ല. നമുക്ക് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഡാറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്വറി പാസ് ചെയ്യാൻ കൊടുക്കും. ഇനിയിപ്പോൾ ക്വറി പാസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത റിസൾട്ട് നമുക്ക് റിട്രീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ MySQL underscore fetch row. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് MySQL underscore fetch row. അതിൻ്റെ അകത്ത് നമ്മൾ ആ റിസൾട്ട് സെറ്റ്, അതായത് MySQL underscore queryയുടെ റിസൾട്ടാണ് നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അത് റിട്ടേൺ ദിസ് ഫംഗ്ഷൻ റിസീവ് ആൻ എൻറ്റയർ റോ ഓഫ് ഡാറ്റ ഫ്രം ദ റിസൾട്ട് സെറ്റ് ആൻഡ് പ്ലേസ് ദ വാല്യൂസ് ഇൻ ടു ഇൻഡെക്സ്ഡ് അറേ. അപ്പോൾ നമ്മൾ ആ റിസോർട്ട് സെറ്റിലെ എൻറ്റയർ റോസിനെ ഇവ എടുക്കുകയും അതിൻ്റെ അകത്ത് നിന്ന് ഒരു അറേ ആയിട്ടാണ് ഇത് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇനി അടുത്താണ് MySQL underscore fetch array. ഈ ഒരു ഫംഗ്ഷൻ വെച്ചാൽ MySQL underscore fetch array. അതിൻ്റെ അകത്തും ഇത് റിസൾട്ട് സെറ്റ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നത് അസോസിയേറ്റീവ് അറേ ആയിട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ന്യൂമറിക്കലി ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള അറേ ആയിട്ടാണ് ഇത് പറയുന്നത്. ഇതിൽ പാസ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു റിസൾട്ട് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇത് അസോസിയേറ്റീവ് അറേ ആണോ ഇൻഡെക്സ്ഡ് അറേ ആണോ, അതല്ല എങ്കിൽ ബോത്ത്, ഈ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത് ബോത്ത് അറേസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡിഫോൾട്ട് ബിഹേവിയർ നമുക്ക് മാറ്റാൻ പറ്റും. ഡിഫോൾട്ട് ബിഹേവിയർ എന്ന് വെച്ചാൽ MySQL underscore അസോസിയേറ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് അസോസിയേറ്റ് എന്ന് കൊടുത്താൽ റിട്ടേൺ ചെയ്യുന്നത് അസോസിയേറ്റീവ് അറേസ് ആയിരിക്കും. അപ്പോൾ കീ ആയിട്ട് റെഫറൻസ് വരുന്നത് ഫീൽഡ് നെയിം ആണ്. ഫീൽഡ് നെയിം ആ ടേബിൾ ആ ഫീൽഡ് നെയിം ആയിരിക്കും. വാല്യൂ വരുന്നത് ആ ഫീൽഡിലെ വാല്യൂ ആയിരിക്കും. അപ്പോൾ MySQL underscore num എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ന്യൂമറിക്കലി ഇൻഡെക്സ്ഡ് ഫയലാണ്. അത് ഓർഡർ വരുന്നത് ആ ഫീൽഡിന്റെ നെയിമിന്റെ ഓർഡറിലാണ് ടേബിളിൽ കിടക്കുന്നത്. ആ ഫീൽഡിന്റെ നെയിമിന്റെ ഓർഡറിലാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ആണെങ്കിൽ ഇപ്പോൾ സ്റ്റാർ കൊടുക്കുമ്പോൾ അതിന്റെ റിട്രീവ് ചെയ്യുമ്പോൾ എല്ലാ ഫീൽഡും വരും. അപ്പോൾ അതിന്റെ ഓർഡർ വരുന്നത് കറസ്പോണ്ടിങ് ചെയ്ത് ടേബിൾ ഡെഫിനിഷനിൽ ഓർഡറാണ്. നമ്മളൊരു റിട്ടേൺ ഒരു സെലക്ട് ക്വറിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡറിലായിരിക്കും റിട്ടേൺ ചെയ്യുക. അതല്ല സ്റ്റാർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡാറ്റാബേസിൽ കിടക്കുന്ന ആ ടേബിളിൽ കിടക്കുന്ന ആ ഓർഡറിലേക്ക് വരും. MySQL underscore both എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ന്യൂമറിക്കലി ആയാലും അസോസിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഡിഫോൾട്ട്. അതായത് നമ്മൾ MySQL underscore fetch array അതിൻ്റെ അകത്ത് ആ റിസൾട്ട് സെറ്റ് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അസോസിയേറ്റീവ് ആയിട്ട് ആക്സസ് ചെയ്യാം, ന്യൂമറിക്കലായിട്ട് ആക്സസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഒരു സെലക്ട് പ്രോഡക്റ്റ് നെയിം ഫ്രം പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ക്വറി. ആ ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. സെലക്ട് റിസൾട്ട് ഈസ് ഈക്വൽ ടു MySQL underscore query. അതിലേക്ക് SQL query പാസ് ചെയ്തു. ഈ ഒരു ക്വറി റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് എടുക്കും. അപ്പോൾ ഇത് MySQL underscore fetch array എന്ന് പറയുമ്പോഴേക്കും അസോസിയേറ്റീവ്. അപ്പം ഇതിന്റെ റിസൾട്ട് അസോസിയേറ്റീവ്. അപ്പോൾ പ്രോഡക്റ്റ് ഐ ഡിയും പ്രോഡക്റ്റ് നെയിം ഇത് രണ്ടുമായിരിക്കും അതിന്റെ വാല്യൂ കീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇപ്പോൾ റോ ഈസ് ഈക്വൽ MySQL underscore fetch array അപ്പോൾ ആ ഒരു റിസൾട്ടിൽ ഫസ്റ്റ് റോ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് റോ ഓഫ് നെയിം എന്നാണ് ഇവിടെ അതിൻ്റെ കുഴപ്പം. നെയിം നമുക്ക് കിട്ടും. പ്രോഡക്റ്റ് ഐ ഡി അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ഡി നമുക്ക് എടുക്കും. ഇപ്പോൾ റോ ഓഫ് പ്രോഡക്റ്റ് ഐ ഡി. അപ്പോൾ ഇത് അസോസിയേറ്റീവ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു നെയിം വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടും. അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനി അടുത്ത എന്ത് ചെയ്യും, അടുത്ത റോ ആണ് MySQL underscore fetch array എടുക്കുമ്പോൾ അടുത്ത റോ. അങ്ങനെ ഇത് ഈ ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഈ ഒരു റിസൾട്ട് കിട്ടുന്ന ആ ടേബിൾ ആ റിസൾട്ടിലെ കംപ്ലീറ്റ് റോസ് എക്സിക്യൂട്ട് ചെയ്ത് വരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. ഈ ഒരു വൈൽ ലൂപ്പ് സ്റ്റേറ്റ് MySQL underscore fetch array റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ഇതിൻ്റെ അകത്ത് ഒരു റോ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റോ വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത റോയിലേക്ക് കിട്ടും. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത റോ.
അങ്ങനെ റോ ബൈ റോ ആയിട്ടാണ് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂമറിക്കൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ MySQL അണ്ടർസ്കോർ ഫെച്ച് അറേ റിസൾട്ട് MySQL അണ്ടർസ്കോർ ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കണം. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 1 ഉം 0. കാര്യം ഇത് 1 കൊടുക്കാനുള്ള കാര്യം നെയിം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡെക്സ് വെച്ചാൽ 1 ആണ്. പ്രോഡക്റ്റ് ഐ ഡി ആണ് അപ്പോൾ ആദ്യം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ 0 ഇത് 1. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് നമ്മൾ പാസ് ചെയ്തത്. അപ്പോൾ അസോസിയേറ്റീവ് അറേ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫീൽഡ് നെയിം ആണ് ഇവിടെ നമ്മൾ കീ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആകുമ്പോൾ കറസ്പോണ്ടിങ് ഉള്ള ഇൻഡെക്സ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത വേറെ മെത്തേഡാണ് MySQL അണ്ടർസ്കോർ ഫെച്ച് അസോസിയേറ്റ്. ഇത് റിസൾട്ട് സെറ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അസോസിയേറ്റ് അറേയുടെ രീതിയിൽ തന്നെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് മറ്റേ ഫെച്ച് അറേ റിസൾട്ട് സെറ്റ് MySQL അണ്ടർസ്കോർ അസോ ആ ഒരു രീതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാത്ത രീതിയിൽ ഡിഫോൾട്ട് എടുക്കാനായിട്ട് MySQL അണ്ടർസ്കോർ ഫെച്ച് അസോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡും ഈ ഒരു ഫംഗ്ഷനും അസോസിയേറ്റ് അറേ രീതിയിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നു. ഇനിയിപ്പോൾ അത് കൂടാതെ ഇപ്പോൾ നമുക്കൊരു നമ്മുടെ റിസോഴ്സ് സെറ്റിൽ എത്ര റോസ് കിട്ടും. ഇപ്പോൾ ഒരു സെലക്ട് കമാൻഡ് കൊടുത്തു. അപ്പോൾ ഹൗ മെനി റോസ് ഇത്ര നമ്പർ ഓഫ് റോസ് റിട്ടേൺ ചെയ്തെന്ന് അറിയണമെങ്കിൽ നമുക്ക് MySQL അണ്ടർസ്കോർ നം റോസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് തന്നെ അത് റിട്ടേൺ ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ് ആണ്. ആ ഒരു സെലക്ട് കമാൻഡ് വെച്ചുള്ള നമ്പർ ഓഫ് റോസ് ഉണ്ടോ അതാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില കേസിൽ നമുക്കിപ്പം ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ആ യൂസർ നെയിം പാസ്വേഡ് സക്സസ് ആണെങ്കിൽ നമുക്ക് ഒരു റോ റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ 0 ആയിരിക്കും റിട്ടേൺ. അപ്പോൾ നമ്പർ ഓഫ് റോസ് 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് മാച്ചിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാനൊക്കെ ആയിട്ട് MySQL റോസ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ പാസ് ചെയ്ത് കൊടുക്കുന്ന റിസൾട്ട് സെറ്റാണ്. ആ റിസൾട്ട് സെറ്റിൽ എത്ര റോസ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ നമ്പേഴ്സാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. അടുത്തയാണ് MySQL അണ്ടർസ്കോർ അഫക്റ്റഡ് റോസ് എന്നുള്ള മെത്തേഡ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസേർട്ട് ഡിലീറ്റ് അപ്ഡേറ്റ് തുടങ്ങിയ കമാൻഡ്സുകളിൽ ടോട്ടൽ നമ്പർ ഓഫ് റോസിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന എത്ര റോസിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ എത്ര നമ്മൾ ആ ഒരു റിസോഴ്സ് കൊടുക്കണം. കൊടുത്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇത് എടുക്കുന്നത്. ആ റിസൾട്ടിൽ എത്ര അഫക്റ്റഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കുന്നുണ്ട്. ആ അഫക്റ്റഡ് ആയിട്ടുള്ള റോസിൻ്റെ എണ്ണം നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതലുള്ള റോസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിസോഴ്സ് ഐഡി കൊടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഏറ്റവും അവസാനം റീസെൻ്റ്ലി ആയിട്ടുള്ള ലിങ്ക് വെച്ചിട്ടുള്ള ആ ഒരു റിസോഴ്സ് സെറ്റ് ആയിരിക്കും അത് എടുക്കുന്നത്. താങ്ക് യു.